ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാ ശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്നലെ വരെ നമ്മൾ നാരദ മഹർഷിയുടെ കഥയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അതിനു മുമ്പായിട്ട് വരാഹസ്വാമി എങ്ങനെ അവതരിച്ചു അതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അതിനു മുമ്പായിട്ട് സനത് കുമാര ഋഷികളെക്കുറിച്ചും പഠിച്ചു. അന്നേരം സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ 6 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിൽ ഇറങ്ങി വരുന്നത് എന്നതായിരുന്നു ഒരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഒരു ഉത്തരം തരുന്നത്. എന്താണ്? സത്വഗുണത്തിലുള്ള സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടിയും അവരെ തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വരുന്നത് എന്നൊരു കാരണം പറഞ്ഞു. അതുകൂടാതെ എല്ലാവിധ വൈദിക ശാസ്ത്രത്തിൻ്റെയും അന്തിമ സത്യം എന്താണെന്നും ചോദിച്ചു. അതിനുത്തരമായിട്ട് പറഞ്ഞു ഭക്തിയാണെന്ന് പറഞ്ഞു. എല്ലാവിധ ജീവിതത്തിൻ്റെയും അന്തിമ ലക്ഷ്യം എന്തായിരിക്കണം? അത് ഭഗവാനോടുള്ള ആത്മാവിന് ഹൃദയാംഗതമായിട്ട് ഹൃദയത്തിൽ തോന്നുന്ന പരമാത്മാവിനോട് തോന്നുന്ന ആ പ്രേമം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാമമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ശരീര സംബന്ധമായിട്ടുള്ള ബന്ധങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ യഥാർത്ഥ സ്നേഹം ഈ പ്രപഞ്ചത്തിൽ ഇല്ല. സത്യം പറഞ്ഞാൽ അത് ഒരു ആത്മാവിന് പരമാത്മാവിനോട് തോന്നുന്ന ആ ഒരു ബന്ധം, തിരിച്ച് ആ പരമാത്മാവിന് ആത്മാവിനോട് തോന്നുന്ന ബന്ധം, ആ ഒരു പ്രേമം മാത്രമാണ് യഥാർത്ഥ പ്രേമം. ബാക്കിയെല്ലാം കാമം മാത്രമാണ്. അന്നേരം ഈ പ്രപഞ്ചത്തിൽ ഒരു അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്ന സ്നേഹം, ഈ ഒരു സ്നേഹമാണ് കുറച്ചെങ്കിലും അല്ല ആത്മാർത്ഥതയുള്ള ഒരേ ഒരു സ്നേഹം എന്നാണ് ശാസ്ത്രം പല ആചാര്യന്മാരും പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഭഗവാന് ഒരു ആത്മാവിനോടുള്ള സ്നേഹം ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 കോടി പ്രാവശ്യം അമ്മയുടെ സ്നേഹം കുട്ടിയോടുള്ളത് ഗുണിച്ചാലും ഭഗവാന് ആത്മാവിനോടുള്ള സ്നേഹത്തിന് തുല്യമാവത്തില്ല. കാരണം അമ്മയ്ക്ക് എല്ലാ ജന്മത്തിലും പുതിയ കുട്ടികളെ കിട്ടും. ഈ ജന്മത്തിൽ അമ്മയായിട്ട് വരുന്ന കുട്ടി കഴിഞ്ഞ ജന്മത്തെ അമ്മയാകണമെന്നില്ല. എല്ലാവിധ ബന്ധങ്ങളും തമ്മി മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആത്മാവും പരമാത്മാവായിട്ടുള്ള ബന്ധം ശാശ്വതമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താണ്? അഹം ബീജപ്രദ പിതാ, ഞാൻ എല്ലാവരുടെയും അച്ഛനാണ്. അതുകൂടാതെ എങ്ങനെയാണോ അമ്മ ഗർഭത്തിൽ ഈ കുട്ടികളെ ധരിക്കുന്നത്, അതേപോലെ ഭഗവാൻ ഗർഭത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്നതും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാൻ ധരിക്കുന്നതും ആ ഗർഭത്തിലാണ്. അന്നേരം സത്യത്തിൽ ഭഗവാൻ നമ്മുടെ അമ്മയുമാണ്, ഭഗവാൻ നമ്മുടെ അച്ഛനുമാണ്. ജഗത് പിത ജഗത് മാത എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ആ ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശാശ്വത ബന്ധവുമാണ്. അതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബന്ധം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രപഞ്ചത്തിലെ ഒരു ബന്ധത്തിനോട് നമുക്ക് താല്പര്യം തോന്നത്തില്ല. അന്നേരം യഥാർത്ഥത്തിൽ വൈരാഗ്യപൂർണ്ണം ജീവിതം നയിക്കുന്നവരെല്ലാം ഈ ലോകത്തിനോട് വിരോധമുണ്ടായത് കൊണ്ട് വൈരാഗ്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരല്ല. വൈരാഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ വിരോധം എന്നല്ല. അവർ ആത്മാവിൻ്റെ ആ ഒരു ശാശ്വത ബന്ധത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഈ പ്രപഞ്ചമായിട്ട് ഭൗതികപരമായിട്ടുള്ള ഒരു ബന്ധങ്ങൾക്കും അവർക്ക് താല്പര്യമില്ലാതെയാകുന്നു. ആ പരം ദൃഷ്ട്വാ നിവർത്തതേ, ഉയർന്ന രുചി ലഭിക്കുമ്പോൾ, ഉയർന്ന സ്വാദ് ലഭിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒരു സ്വാദിനും അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിലുള്ള എല്ലാവരെയും വിട്ടിട്ട് അവർ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നാണ്? അങ്ങനെയല്ല. അവരിഷ്ടപ്പെടുന്നത് അവർ ചിന്തിക്കുന്ന രീതിയിൽ ലോകത്തിൻ്റെ ഹിതം ചിന്തിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളായിട്ട് ഒന്നിച്ചു കൂടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കാതെയും സ്വന്തം ഹിതത്തിന് വേണ്ടിയും പ്രവർത്തിക്കാത്ത ഉള്ള വ്യക്തികളുമായിട്ട് അവർക്ക് സമ്പർക്കം പുലർത്താൻ അവർക്ക് തീരെ താല്പര്യമില്ല. ഇതാണ് സത്വഗുണത്തിലുള്ള സത്വക്കൾ. ഇങ്ങനെയുള്ള വ്യക്തികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതും ഭഗവാന്റെ ഭക്തർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതും. ഇന്നലെ നമ്മൾ പഠിച്ചു നാരദ മഹർഷിയെക്കുറിച്ച്. അന്നേരം നാരദ മഹർഷി എന്ന് പറയുന്നത് ശക്തിയാവേശ അവതാരമാണെന്ന് നമ്മൾ പഠിച്ചു. സനത് കുമാര ഋഷികളും ശക്തിയാവേശ അവതാരമാണെന്ന് പഠിച്ചു. ഇന്ന് ഭഗവാന്റെ ഡയറക്റ്റ് അവതാരം, ഇന്ന് നരനാരായണ ഋഷിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ് നരനാരായണ ഋഷി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ
നമ്മൾ പൊതുവേ നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ച് മാത്രം പഠിക്കുന്നു. കുട്ടിക്കാലം മുതലേ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എർത്ത്, അതിനകത്ത് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മുടെ വിഷൻ എല്ലാം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുവാണ്. പക്ഷേ വൈദിക കോസ്മോളജി അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത് ഭൂമണ്ഡലത്തിലാണ്. ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് ഭൂമണ്ഡലം എന്ന് പറയുന്ന ആ തട്ടകത്തിൽ ഇതിന് ഉപരിലോകങ്ങളായിട്ടുള്ള ഈ ഭൂലോകത്തിന് മുകളിലായിട്ട് ഭുവർലോകമുണ്ട്. ഭുവർലോകത്തിന് മുകളിലായിട്ട് മഹർലോകം, തപലോകം, ജനലോകം, സത്യലോകം. ഇങ്ങനെ അതിന് മുമ്പായിട്ട് ഭുവർലോകം, ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം. അതിനുശേഷം മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം. ഇങ്ങനെ ഉപരിലോകങ്ങളുണ്ട്. ഇവൻ ഗായത്രി മന്ത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂ, ഭുവർ, സ്വ. അന്നേരം ഈ 3 ലോകങ്ങളിലാണ് സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നത്. സൂര്യൻ്റെ പ്രകാശം, ആ സൂര്യൻ ആ രഥത്തിൽ ഓടുന്നത് മാനസോത്ര മൗണ്ടൻ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ നമ്മുടെ ഭൂമണ്ഡലത്തിന് ചുറ്റും ഒരു ബോർഡറായിട്ടുണ്ട്. ആ മലയുടെ മുകളിലൂടെയാണ് സൂര്യൻ്റെ രഥം ഓടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ കാൽപ്പനികമായിട്ട് തോന്നും. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു വിഷൻ ഇതാണ്. അന്നേരം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ താഴെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സിറ്റിയിൽ എന്താ നടക്കുന്നതെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഫ്ലോറിലോട്ട് മുകളിലോട്ട് പോകും തോറും നമുക്ക് ചുറ്റുമുള്ള വിഷൻ കൂടുതൽ കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ബോധം കൂടുതൽ വലിയ തലങ്ങളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് നമുക്ക് ഈ ലോകത്തെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്ന ലോകമല്ല യഥാർത്ഥ ലോകം. ദേവന്മാർ നമ്മളെ കാണിക്കാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അർഹതയനുസരിച്ച് നമുക്ക് എന്താണോ കാണാൻ പറ്റുന്നത് അതേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ആ യോഗബലം കൂടുന്നതിനനുസരിച്ച് ആ ഹിമാലയത്തിലൊക്കെ ഇപ്പോഴും യോഗികളൊക്കെ ഉണ്ട്. അവരൊക്കെ ധ്യാന നിമഗ്നരായിട്ടിരിക്കുന്ന സമയത്ത് ഉപരി ലോകങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും ഇതിനപ്പുറത്തുള്ള റിയാലിറ്റി, മൾട്ടി ഡയമെൻഷണൽ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക എന്ന് പറയുന്ന ആ സ്ഥലത്ത് അത്രയും അവിടെ പോയി വിസിറ്റ് ചെയ്യാനുള്ള വിസിറ്റിംഗ് വിസ അർഹതയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, കാണാൻ പോലും പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ മാക്സിമം അമേരിക്കയെക്കുറിച്ച് എല്ലാം പലതും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതം കൂടുതലും നമ്മുടെ സിറ്റിയിലോ നമ്മൾ താമസിക്കുന്ന ഗ്രാമത്തിനോ ചുറ്റിപ്പറ്റിയായിരിക്കും ഇരിക്കുന്നത്. അതിനപ്പുറം നമുക്കൊരു ആക്സസ് ഇല്ല. എന്തുകൊണ്ട്? അത്രത്തോളം മണി പവർ ഇല്ല, അത്രത്തോളം ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ഈ ലോകം, ഈ ചെറിയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇത് ആണ് എല്ലാം എന്ന് വിചാരിക്കരുത്. ഇതിനും അപ്പുറത്തും ഒരുപാട് സൃഷ്ടികളുണ്ട്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ ഏകാംശേന സ്ഥിതോ ജഗത് എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്? നരനാരായണ ഋഷി ഇപ്പോൾ എവിടെയുണ്ട് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അന്നേരം എന്താണ് ഇതൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശം? ഈ ഭൂമണ്ഡലത്തിനകത്ത് 9 ദ്വീപുകളും 9 സമുദ്രങ്ങളുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ജംബൂ ദ്വീപമുണ്ട്. ആ ജംബൂ ദ്വീപത്തിൻ്റെ നടുക്കാണ് സുമേരു പർവ്വതം. ആ സുമേരു പർവ്വതത്തിൻ്റെ ദക്ഷിണ ഭാഗത്താണ് ഭാരതവർഷം. അന്നേരം ഈ ഭാരതവർഷത്തിൽ ജനിച്ചവരെല്ലാം ഭാഗ്യവാനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ മാത്രമല്ല. ഭാരതവർഷം എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. വർഷം എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണോ നമ്മൾ രാജ്യങ്ങൾ എന്ന് പറയുന്നത്, എങ്ങനെയാണോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതേപോലെ രാജ്യത്തെക്കാട്ടിയും വലുതാണ് വർഷം എന്ന് പറയുന്നത്. ഒരുപാട് വലിയ വലിയ മലകളും, സത്യം പറഞ്ഞാൽ നമ്മുടെ ഭൂമിയെക്കാട്ടിയും വലിയ മലകൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതോ ഒരു ബാഹുബലി സിനിമ കാണുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ദയവ് ഇത് മനസ്സിലാക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകമല്ല എല്ലാം. നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ ആധുനിക ലോകത്തിലുള്ള ജീവികളെല്ലാവരും, മനുഷ്യരെല്ലാവരും ക്ഷമിക്കണം, പക്ഷേ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവള മാതിരിയാണ് ജീവിക്കുന്നത്. പക്ഷെ ഭഗവത്ഗീത, ഭാഗവതമൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ആ ജ്ഞാനചക്ഷു, ഭഗവത്ഗീത ഭാഗവതത്തിൻ്റെ ജ്ഞാനം വെച്ച് നമ്മൾ ഈ ലോകത്തെ നോക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ എന്താണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അന്നേരം ഈ ഭാരതവർഷത്തെ വീണ്ടും 9ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ 9 ദ്വീപുകളായിട്ട്. അതിലെ 9ാമത്തെ ദ്വീപാണ് ഭാരതഖണ്ഡം. ആ ഭാരതഖണ്ഡമാണ് നമ്മുടെ ഭൂമി, നമ്മൾ താമസിക്കുന്ന ഭൂമി. ഒന്നാലോചിച്ച് നോക്കണം. അന്നേരം ഈ ഓരോ വർഷത്തിലും ഇളാവർത്ത വർഷമുണ്ട്, കിംപുരുഷ വർഷമുണ്ട്. ഈ ഓരോ വർഷത്തിലും ഭഗവാന്റേതായിട്ടുള്ള പ്രതിഷ്ഠാ രൂപങ്ങളുണ്ട്.
അവിടെ ആ വർഷത്തിൽ താമസിക്കുന്ന വ്യക്തികൾ ആ ഭഗവാന്റെ എല്ലാവിധ അവതാരങ്ങളിലും വെച്ച് ആ ഒരു പർട്ടിക്കുലർ രൂപത്തെയാണ് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപമാണത്. അന്നേരം ഭാരതവർഷത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് നരനാരായണ ഋഷിയാണ്. ഭഗവാന്റെ എല്ലാവിധ അവതാരങ്ങളിലും വെച്ച് നരനാരായണ ഋഷിയാണ് കൂടുതലും അവർ പൂജിക്കുന്നത്. അന്നേരം ഈ ഭാരതവർഷത്തിനകത്താണ് ഉത്തർ ബദ്രിയും ഉത്തർ ഹിമാലയം വരുന്നത്. ഈ ഉത്തർ ബദ്രി ഉത്തർ ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ കാണുന്ന ആ ഹിമാലയമാണ് യഥാർത്ഥ ഹിമാലയം. അത് യഥാർത്ഥ ഹിമാലയം തന്നെയാണ്. പക്ഷേ യഥാർത്ഥ ഹിമാലയം അവിടെ തുടങ്ങിയിട്ട് പോലുമില്ല. യഥാർത്ഥ ഹിമാലയം അതിനും അപ്പുറത്താണ്. അന്നേരം യഥാർത്ഥ ഹിമാലയത്തിൻ്റെയൊക്കെ ഒരു പ്രതിബിംബവും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു മൗണ്ടൻ പോലും നമുക്ക് ക്ലൈംബ് ചെയ്യാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഇനി ബദ്രിയിൽ പോയി കഴിഞ്ഞാലും ബദ്രിനാഥ് ക്ഷേത്രം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ബദ്രിനാഥനുണ്ട്, ബദ്രിനാരായണനുണ്ട്. പക്ഷെ നമ്മുടെ നരനാരായണ ഋഷി ഇരിക്കുന്നത് ഈ ബദ്രിയും ക്രോസ് ചെയ്ത് പോകണം. ഈ ബദ്രിയും ക്രോസ് ചെയ്ത്, ഇത് മധ്വാചാര്യർ പോയ കാര്യമാണ്. ഈ കലിയുഗത്തിലും നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥാപിച്ച മധ്വാചാര്യൻ, നമ്മുടെ ബ്രഹ്മസമ്പ്രദായത്തിൽ വരുന്ന ആചാര്യൻ, ഇദ്ദേഹം മഹാഭാരതത്തിലെ ഭീമനായിരുന്നു, വായുപുത്രനാണ്. അതുകൊണ്ട് എവിടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ യോഗബലത്താൽ അദ്ദേഹം ഈ ഉത്തർ ബദ്രിയിൽ പോയിരുന്നു. അന്നേരം അദ്ദേഹം പോകുന്ന സമയത്ത് കൂടുതൽ ഒരു ശിഷ്യനും കൂടെ പോയി. കാരണം ഗുരു ഒറ്റയ്ക്ക് പോകുന്നത് നല്ലതല്ലല്ലോ. കാരണം കുറച്ച് പ്രായമായെന്നാണ് ശിഷ്യന്റെ വിചാരം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ശിഷ്യനും കൂട്ടത്തിൽ പോയി, ഇല്ല ഗുരു, ഞാൻ അങ്ങേ ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്തായി, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാല ചാടി അടുത്ത മലയിലേക്ക് ചാടാൻ തുടങ്ങി. ശിഷ്യൻ പേടിച്ചു, ഇതെങ്ങനെയെന്ന്. അന്നേരം ശിഷ്യൻ എന്ത് ചെയ്തു? മലയിൽ കൂടെ താഴോട്ട് ഇറങ്ങും, പിന്നെയും അടുത്ത മല കയറും. അങ്ങനെ കുറെ മലകൾ സഞ്ചരിച്ചു. പക്ഷെ അന്നേരത്തേക്ക് ഗുരു ഏതാണ്ട് 10 മല ക്രോസ് ചെയ്തു. ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭീമനല്ലേ, വായുപുത്രനല്ലേ. അന്നേരം ഇദ്ദേഹം ആകെ കുറച്ചും കൂടെ മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി ഈ ശിഷ്യന്. അന്നേരം ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മുടെ മധ്വാചാര്യർ ഉത്തരീയം എടുത്ത് ഇങ്ങനെ ഒന്ന് വീശി. ആ വീശിന്റെ ശക്തി കൊണ്ട് ശിഷ്യൻ നേരെ തെറിച്ച് ബദ്രിനാഥ് ക്ഷേത്രത്തിൽ വന്നു വീണു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കരുത് പുറമോട്ട് നമ്മൾ പോകുന്തോറും വെറും ബാർബറിക് ആൾക്കാരാണ്, എന്തോ പറയുന്ന ഈ സ്റ്റോൺ ഏജ് ലൈഫാണ്. അതൊന്നും അല്ല നമ്മുടെ വൈദിക സംസ്കാരം. യഥാർത്ഥം നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന് ചിന്തിക്കാനും അവർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്രയും അമാനുഷികമായിട്ടുള്ള ശക്തികളുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ വൈദിക സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഫോൺ നമ്പർ പോലും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്തുള്ള ആൾക്കാർ ഒരു വേദങ്ങളുടെ ഫുൾ സെക്ഷൻ, 4 വേദങ്ങളും ചതുർവേദങ്ങളും ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, അതെല്ലാം ഓർത്ത് വെക്കാൻ പറ്റും. കാരണം അവരുടെ മനസ്സിന് അത്രയ്ക്ക് പവറുണ്ട്. മനസ്സിൽ മാലിന്യങ്ങളില്ല. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം ഇത് കയറി കഴിഞ്ഞാൽ മനസ്സാകുന്ന റാമിൽ സ്പേസ് ഇല്ല. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ മെമ്മറിയുടെ അടിസ്ഥാനത്തിലാണ്. റാം എന്ന് പറയും, റാൻഡം ആക്സസ് മെമ്മറി. അന്നേരം ആ മെമ്മറി കുറയുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് കുറയും. ഒരേ സമയത്ത് എത്രത്തോളം കാര്യങ്ങൾ അതിന് ചെയ്യാൻ പറ്റുമോ അത് കുറയും. എന്തുകൊണ്ടാ? ആ റാം ഇപ്പൊ എന്തെങ്കിലും വീഡിയോ ഗെയിമോ അതൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം സ്പേസ് ഓക്യുപ്പൈഡ് ആവും. അതേപോലെ ഇന്നത്തെ കുട്ടികളുടെയും യങ് ജനറേഷന്റെയും മൈൻഡിന്റെ സ്പേസ് മുഴുവൻ പോണോഗ്രാഫിയിലും നെഗറ്റീവ് കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അകത്തങ്ങ് സോക്കായി കിടക്കുകയാണ്. അന്നേരം അവരുടെ മൈൻഡിന്റെ സ്പേസ് ഫുൾ ഓക്യുപ്പൈഡ് ആണ്. അത് കാരണം മോറൽ വാല്യൂസ്, പ്രിൻസിപ്പിൾസ്, ഇത് അച്ഛനാണ്, ഇത് അമ്മയാണ്, അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, മറ്റൊരു സമൂഹത്തിലുള്ള മറ്റ് ജീവികൾ, മറ്റു വ്യക്തികൾ, ഇവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവരുടെ മൈൻഡിൽ സ്പേസ് ഇല്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ആ സ്വാർത്ഥ കാര്യങ്ങൾ കൊണ്ട് ആ മൈൻഡ് ഫുൾ ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് കാരണം പഠിക്കുന്ന കാര്യങ്ങൾ 10 പ്രാവശ്യം പഠിപ്പിച്ചാലും മനസ്സിലാവത്തില്ല, 10 അടുത്ത് ട്യൂഷൻ കൊടുത്താലും മനസ്സിലാവത്തില്ല. എന്താണ് പ്രശ്നം? മൈൻഡിൽ സ്പേസ് ഇല്ല. മൈൻഡ് ഫുൾ ഫിൽഡപ്പ് ആയിരിക്കുകയാണ്. ഈ പോണോഗ്രാഫിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യം പോക്കാണ്. കാരണം നമ്മുടെ മൈൻഡിൽ ഫുൾ അത് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഫോൺ കയ്യിലെടുക്കുമ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം, എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നമ്മൾ അത് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവരാണ് നമ്മുടെ ഇന്ത്യയുടെ ഫ്യൂച്ചർ. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇവരല്ലേ. ഇപ്പോൾ നമ്മൾ കെയർഫുൾ ആണെങ്കിൽ മുന്നോട്ട്
ബുദ്ധിമുട്ട് വരത്തില്ല. ഇപ്പോൾ നമ്മൾ കുട്ടിയല്ലേ, കളിക്കട്ടെ, മൊബൈൽ നല്ല രീതിയിൽ ടെക്നോളജി പഠിക്കുന്നുണ്ട്, ഇത് വലിയ കാര്യമൊന്നുമില്ല. ടെക്നോളജി ആർക്കാണ് പഠിക്കാൻ പറ്റാത്തത്? നമുക്കതിൽ താല്പര്യമില്ല. എന്തുകൊണ്ട്? നമുക്കതിന് സമയമില്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യത്തിലെല്ലാം ബിസി ആയതുകൊണ്ട് നമ്മൾ അതിന് അത്രത്തോളം സമയം കൊടുക്കുന്നില്ല. പക്ഷെ കുട്ടികൾക്ക് ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് അവർ ടെക്നോളജി പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു. ഇത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കരുത്. കാരണം ഈ ടെക്നോളജിയുടെ പുറകെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. കുട്ടികൾ നമ്മുടെ വീഡിയോസ് എന്തൊക്കെയാണ് കാണുന്നത്, ഏതൊക്കെ പേജിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പഠിച്ചെടുക്കണം. കാരണം എന്താണ്, നമ്മുടെ കുട്ടികൾ ഏതൊക്കെ വഴികളിലാണ് പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവരെ ആ തെറ്റായിട്ട് പോകുന്ന ആ വഴിയിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കാൻ പറ്റൂ. നമുക്ക് പോലും അറിഞ്ഞുകൂടാ ഏതൊക്കെ വഴികളിലാണ് കുട്ടികൾ പോകുന്നതെന്ന്. ഉദാഹരണത്തിന് പണ്ടത്തെ കാലത്താണെങ്കിൽ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയെടുത്ത് പറയും, അച്ഛാ അമ്മ ഈ വഴിയാണ് പോകുന്നത്. അന്നേരം അച്ഛനും അമ്മയ്ക്കും അറിയാത്ത വഴിയാണെങ്കിൽ അവർ പറയും, പോകണ്ട, ഈ വഴി കൂടെ പോകും എന്നൊക്കെ, അങ്ങനെയൊക്കെ പറയും. അന്നേരം ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇതൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് അവർ ഏതൊക്കെ വഴി പോകും, ഏതൊക്കെ അപകടങ്ങളാണ് അതിൽ പതിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് അറിയത്തില്ലെങ്കിൽ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ പറയുന്നത് അച്ഛനമ്മമാർക്ക് മനസ്സിലാവുന്നില്ല, അച്ഛനമ്മമാർ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് പ്രശ്നം. കുട്ടികൾ അവരുടെ ലെവലിൽ നിന്ന് സംസാരിക്കുന്നു, അച്ഛനമ്മമാർ അവരുടെ ലെവലിൽ നിന്ന് സംസാരിക്കുന്നു. കുട്ടികൾക്ക് ഒരിക്കലും അച്ഛനമ്മമാരുടെ ലെവലിൽ എത്താൻ പറ്റത്തില്ല. പക്ഷെ അച്ഛനമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇതാണ് ഭഗവാൻ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഭഗവാന് മനസ്സിലായി എൻ്റെ ലെവലിൽ വെച്ച് സംസാരിച്ചാൽ ഇവർക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഭഗവാൻ താഴെ ഇറങ്ങി വരികയാണ്. ഇതാണ് അവതാരത്തിന്റെ ലക്ഷ്യം. സാക്ഷാൽ അഖിലകോടി ബ്രഹ്മാണ്ട നായകൻ ഇതാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മൾ എന്തിന് നമ്മുടെ ലൈഫിൽ സോ മച്ച് ബിസി ആകുന്നു? വി ആർ സോ ബിസി, വി ഡോണ്ട് ഹാവ് ടൈം ഫോർ അവർ ഓൺ ചിൽഡ്രൻ. നമ്മുടെ എല്ലാമായി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പോലും നമുക്ക് സമയം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ കാശ് കൊണ്ട് എന്താണ് ഉപയോഗം? ഒരു ഉപയോഗമില്ല. അന്നേരം നമ്മൾ നോക്കിക്കോണം, ഭഗവാൻ അഖിലകോടി ബ്രഹ്മാണ്ട നായകനായിട്ടും വൈകുണ്ഠപതിയായിട്ടും എല്ലാവിധ ലക്ഷ്മി സഹസ്ര ശത സംഭ്രമ സേവ്യമാനോ, കോടിക്കണക്കിന് ലക്ഷ്മിമാർ അവിടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടും വെറും തുച്ഛമായിട്ടുള്ള ഈ ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ താഴെ ഇറങ്ങി വരികയാണ്. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. വൈകുണ്ഠത്തിലുള്ള മക്കളും ഭഗവാന്റെയാണ്, ഇവിടെയുള്ള മക്കളും ഭഗവാന്റെ മക്കളാണ്. പക്ഷേ കുറച്ച് മക്കളെ ഇവിടെ ഉള്ളൂ. പക്ഷെ എന്നിട്ടും ഈ കുറച്ച് മക്കളോട് പോലും ഭഗവാന് കാരുണ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് 10-12 മക്കളുണ്ടെങ്കിലും അതിൽ ഒരു കുട്ടി മോശം വഴി സഞ്ചരിക്കുകയാണെങ്കിൽ ആ അമ്മയുടെ ചിന്തകൾ എപ്പോഴും ആ കുട്ടിയെ കുറിച്ചായിരിക്കും. മറ്റു കുട്ടികളെ കുറിച്ച് അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും ആ ഒരു തെറ്റായ വഴി സഞ്ചരിക്കുന്ന കുട്ടികളെ കുറിച്ച് എപ്പോഴും ചിന്തയായിരിക്കും. അതേപോലെയാണ് ഭഗവാൻ. അന്നേരം ഭഗവാന്റെ മൂഡ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു അച്ഛനോ അമ്മയും എങ്ങനെയാണോ മക്കളെ സ്നേഹിക്കുന്നത് അതിനെക്കാട്ടിയും കോടിക്കണക്കിന് ഇരട്ടി സ്നേഹമാണ് സാക്ഷാൽ ഭഗവാന് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കളോടും. അത് മനുഷ്യരോട് മാത്രമാണോ? എല്ലാ ജീവജാലങ്ങളോടും. അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഒരിക്കലും മറ്റ് ജീവജാലങ്ങളെ ദ്രോഹിക്കത്തില്ല. എല്ലാവരുടെ അദ്ദേഹത്തിന്റെ മക്കളാണ്. ഒരു മൈക്രോ ഓർഗാനിസം പോലും എല്ലാം അദ്ദേഹത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓർഗാനിസത്തിനോടോ ഒന്നിനോടും വിരോധം പാടില്ല. എന്തിനേറെ പറയുന്നു കൊറോണ വൈറസിനോട് പോലും. അതിൻ്റെ അർത്ഥം എന്താ? കൊറോണ വൈറസിനെ കൊല്ലണമെന്നാണോ അതോ കൊല്ലരുതെന്നാണോ? പക്ഷെ സത്യം പറഞ്ഞാൽ ഭഗവാൻ നിഷ്പക്ഷനാണ്. എല്ലാം ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാ സിസ്റ്റമും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അദ്ദേഹത്തിന്റെ മക്കളാണ്. ഒരു മക്കൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നു. ഭഗവാൻ രണ്ട് കുട്ടികൾ തമ്മിൽ അടി കൂടുമ്പോൾ അമ്മ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് രണ്ടുപേരും വേണം. ആ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഭഗവാന്റെ അവസ്ഥ. എന്നിട്ട് ഇതിനു വേണ്ടി ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഭഗവാൻ അവതാരം എടുത്തു വരുന്നത്, ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നത്. കാരണം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം പല വെറൈറ്റീസാണ്. അതുകൊണ്ട് ഭഗവാൻ വെറൈറ്റീസ് ഓഫ് അവതാരങ്ങൾ എടുക്കുന്നു. നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മുടെ ഇടയിൽ ഇറങ്ങി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും കാരുണ്യം ആർക്കെങ്കിലും ഉണ്ടോ? സാക്ഷാൽ ഗുരുവായൂരപ്പനല്ലാതെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇന്ന് നമുക്ക് നരനാരായണ ഋഷിയെ കുറിച്ച് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഭഗവാന്റെ കീർത്തനം വെച്ച് ആരംഭിക്കാം.
കാരണം ഇത്രയും കാരുണ്യമുള്ള ഭഗവാൻ നമുക്ക് വേണ്ടി ഇങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീർത്തനം ആലപിച്ചുകൂടാ? അത് നമുക്ക് പാടാം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി जय गोपी जना वल्लभ जय गिरिवरधारी जय गिरिवरधारी जय यशोदानंदन जय ब्रज जनार्दन जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे हरे. बोलो कीर प्रेमधन हरिनाम संकीर्तन की जय. जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता. ग्रंथराज श्रीमद् भागवतम की जय. श्री प्रभुपाद की जय. ഹരേ കൃഷ്ണ. ഇന്ന് ഒന്നാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ദീഡയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം തുടങ്ങുമ്പോൾ നാരായണ ഋഷിയെ നമ്മൾ നമസ്കരിക്കും. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം. നരനെയും നരോത്തമനായിട്ടുള്ള നാരായണ ഋഷിയെ നാം നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഭാരതവർഷത്തിലെ പ്രധാനപ്പെട്ട ഭഗവാനാണ്. നമ്മൾ പറയാറില്ലേ കുലദൈവം എന്ന് തന്നെ പറയത്തില്ലേ, അതേപോലെ ഭാരതവർഷത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ദേവൻ നരനാരായണ ഋഷിയാണ്. ഈ ഭാരതവർഷത്തിൽ ഇപ്പോഴും ഈ ഭാരതവർഷത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നരനാരായണ ഋഷി ഇപ്പോഴും തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാരുണ്യം ആർക്കാണുള്ളത്? ആ ഭഗവാനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്ലോകം നമുക്ക് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട സംസ്കൃത പദങ്ങൾ. തുര്യേ ആ ശ്രേണിയിൽ 4-മതായി ധർമ്മകല ധർമ്മരാജാവിൻ്റെ പത്നി സർഗേ ജനിക്കയാൽ നരനാരായണ നരനെന്നും നാരായണെന്നും പേരായ ഋഷിമാർ ഭൂത്വ സംഭവിക്കുന്ന ആത്മ ഉപശമ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഉപേദം നേട്ടത്തിനായി അക്കരോത് പ്രതിജ്ഞ ചെയ്തു ദുശ്ചരം ഊർജ്ജസ്വലമായ തപസ്യ. വിവർത്തനം. ശ്ലോകം വായിക്കാം. ദുര്യേ ധർമ്മകലാ സർഗേ നരനാരായണ ഋഷി ഭൂത്വാത്മശമോപേത മകരോൽ ദുശ്ചരം തപഃ. വിവർത്തനം. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദജി എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 4-മത് അവതാരത്തിൽ
ഭഗവാൻ ധർമ്മരാജാവിൻ്റെ ഇരട്ട പുത്രന്മാരായി നരനും നാരായണനുമായി അവതാരമെടുത്തു. അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണത്തിനായി കഠിനവും അനുകരണാർഹവുമായ തപസ്യകൾ അനുഷ്ഠിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ തപസ്യൊക്കെ ചെയ്തത്? നമുക്ക് മാതൃക കാട്ടിത്തരാനാണ്. നമ്മൾ ഇതേപോലെ തപസ് ചെയ്യണം. മനുഷ്യജന്മം തപസ്യയ്ക്ക് വേണ്ടിയ ഉള്ളതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നു. എന്താണ് തപസ്യ? ഇവിടെ പറയുന്നു, ശ്രീല പ്രഭുപാദി പറയുവാണ്, മാനവരുടെ ഏക കർത്തവ്യമായ അതീന്ദ്രിയ സാക്ഷാത്കാര തപസ്യയെ സ്വമേധയാ അംഗീകരിക്കണമെന്ന് ഋഷഭരാജൻ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോട് ഉപദേശിച്ചു. ഋഷഭ് ദേവ് എന്ന് പറയുന്ന ഭഗവാന്റെ അവതാരം, ആ അവതാരത്തിൽ 100 പുത്രന്മാരോട് ഋഷഭ് ദേവ് പറയുകയാണ്, മനുഷ്യജന്മം തപോ ദിവ്യ പുത്രകാരീന സ്വത്വം, ഈ മനുഷ്യജന്മം തപസ്യ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് പറയുന്നത്. നമ്മെ അഭ്യസിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ മാതൃകാപരമായ രീതിയിലാണ് ഭഗവാൻ സ്വയം അപ്രകാരം പ്രവർത്തിച്ചു കാണിച്ചത്. ഭഗവാൻ വിസ്മൃതാത്മാക്കളോട് അതീവ കരുണയുള്ളവനാണ്. ആകയാൽ ഭഗവാൻ സ്വയം അവതരിക്കുകയും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ബദ്ധാത്മാക്കളെ ഭഗവത്ധാമത്തിലേക്ക് മടക്കി വിളിക്കാനായി അദ്ദേഹത്തിൻ്റെ സൽപുത്രരെ പ്രതിനിധികളായി അയക്കുകയും ചെയ്തു. ഈ അയോയുഗത്തിലെ പതിതാത്മാക്കളോടുള്ള സവിശേഷ കാരുണ്യം പ്രകടമാക്കാനായി സമീപകാലത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തന്നെ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. എല്ലാവിധ വേദിക ഗ്രന്ഥങ്ങളിലും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി കാരുണ്യം കൊണ്ട് ഭഗവാൻ താഴോട്ട് ഇറങ്ങി വരികയാണ്. ആ കാരുണ്യത്തിൻ്റെ ഏറ്റവും എല്ലാവിധയും സീമയും ബ്രേക്ക് ചെയ്തത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. അതായത് ഒരു യോഗ്യത ഇല്ലാത്തവർക്കും പരമയോഗ്യത തരാൻ വേണ്ടിയുള്ള ഒരു അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കും, ഭഗവാന്റെ കാരുണ്യം എന്തൊക്കെയാണെന്ന്. അതായത് പൊതുവേ ചില ഭക്തർ പറയും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് എഴുതുമ്പോൾ, ഭക്തിയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ലോജിക്ക് ഉപയോഗിക്കരുതെന്ന് പറയും. ഇത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുകയാണ്. അതായത് പൊതുവെ ഭഗവത്ഗീത എന്ന് പറയുന്നത് ആധ്യാത്മിക കാര്യങ്ങളുടെ ഗ്രാജുവേഷനാണ്. അതിലെ മാസ്റ്റർ ഡിഗ്രിയാണ് ശ്രീമദ് ഭാഗവതം. അതിൻ്റെ PhD ആണ് ശ്രീ ചൈതന്യ ചരിതാമൃതം. അതിൽ പറയുന്നു, നിങ്ങൾ ലോജിക്ക് ഉപയോഗിക്കരുത് കൃഷ്ണന്റെ മുമ്പിൽ. കാരണം എവിടെ നമ്മൾ ചിന്തിച്ച് നിർത്തുന്നോ, നമ്മളല്ല, ബ്രഹ്മദേവൻ പോലെ ഉപരി ദേവന്മാർ എവിടെ ചിന്തിച്ച് നിർത്തുന്നോ അവിടെ നിന്നായിരിക്കും ഭഗവാൻ ചിന്തിച്ച് തുടങ്ങുന്നത്. അന്നേരം പിന്നെ നമുക്ക് എങ്ങനെയാണ് അവിടെ അദ്ദേഹത്തിന്റെ ചിന്തകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ ശ്രീല പ്രഭുപാദ് എടുത്ത് ചോദിച്ചു, കൃഷ്ണനെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. സത്യമാണ്, ഒരിക്കലും മനസ്സിലാക്കാൻ. പിന്നെ എന്തിനാണ് ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്? ഈ ഋഷിമാരും ഇവരെല്ലാവരും, വ്യാസ മഹർഷിയും നമ്മളും ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. എന്നാലും ശ്രീല പ്രഭുപാദ് പറഞ്ഞു, എത്ര പഠിച്ചാലും എത്ര മനസ്സിലാക്കിയാലും കൃഷ്ണനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും കൃഷ്ണൻ നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ്. അന്നേരം ആ ഭഗവാനെ കുറിച്ച് എന്ത് മനസ്സിലാക്കാനാണ്? ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയെങ്കിലും പഠിക്കുമ്പോൾ എന്താവും? ഭഗവാനെ കുറിച്ച് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവും. ആ ഭഗവാന്റെ ആ ഒരു വ്യക്തിത്വം, ഭഗവാൻ എത്ര ഉപരിതലങ്ങളിലാണ് നിൽക്കുന്നത്, എന്നിട്ടും ഭഗവാൻ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഭഗവാന്റെ ആ കാരുണ്യം നമ്മൾക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഭാവം സ്റ്റാർട്ടാകുന്നത്. ഇപ്പം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നാരായണീയത്തിൽ പറയുന്ന എന്താണ്? ഹന്തഭാഗ്യം ജനാനാം. ഒറ്റ മാത്രം ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടാൽ മതി. ആ കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ ആ കണ്ണിൽ നിൽക്കുന്ന ആ കരുണാസാഗരം, ആ കാരുണ്യം നിറഞ്ഞ ആ സമുദ്രത്തെ നമ്മളൊന്ന് സ്പർശിക്കുമ്പോൾ നമ്മുടെ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു പോകും. എന്തുകൊണ്ടാണ്? ആ ഒരു അമ്മയ്ക്ക്, ഒരു കുട്ടിക്ക് അമ്മയടുത്തുള്ള ആ സ്നേഹമാണ് അവിടെ വ്യക്തമാകുന്നത്. ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ആത്മബന്ധമാണ്, ഭൗതിക ബന്ധമല്ല. ഏത് ജാതിയിലുള്ള ആളായാലും ഏത് ലിംഗഭേദം ഒന്നുമില്ല. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് അവരോട് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു കുട്ടി കരയുമ്പോൾ എങ്ങനെയാണോ അമ്മയുടെ സ്പർശനത്താൽ കരച്ചിൽ നിർത്തുന്നത്, അതേപോലെ നമ്മളും ഭഗവാന്റെ മുമ്പിൽ വരുമ്പോൾ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ബന്ധം വരും. ഇത് ശാശ്വത ബന്ധമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതേ ബന്ധത്തെ പുനഃജീവിപ്പിക്കാനും അതിനെക്കുറിച്ച് നമ്മൾ മറന്നുപോയ ബന്ധത്തെ വീണ്ടും ഓർമ്മിപ്പിക്കാനുമാണ് ഭഗവാൻ വീണ്ടും വീണ്ടും അവതാരങ്ങളെടുത്ത് താഴോട്ട് ഇറങ്ങി വരുന്നത്. ഹിമാലയ പർവ്വത നിരകളിലെ ബദ്രിനാരായണനെ ഇപ്പോഴും ജനങ്ങൾ ആരാധിക്കുന്നു. ഇതാണ് ശ്രീല പ്രഭുപാദ്ജി ഇന്നത്തെ ഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന്.
ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം ഭംഗം ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നരനാരായണ ഋഷിയെക്കുറിച്ചാണ്. അന്നേരം ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തപസ്യ, മനുഷ്യജന്മം തപസ്യയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തപസ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, അതിനെക്കുറിച്ചാണ്. അന്നേരം ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആത്മ ഉപശമ, ഭഗവാൻ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി ദുശ്ചരം, വളരെ കഠിനമായിട്ടുള്ള തപസ്യ ഭഗവാൻ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഋഷഭദേവൻ, സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ഋഷഭദേവൻ പറയുന്നു, മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി തപസ്യകൾ അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അന്നേരം കാരുണ്യം കൊണ്ട് ഭഗവാൻ സ്വയം താഴെ ഇറങ്ങി വന്ന് എല്ലാവർക്കും മാതൃക കാട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? തപസ്യകൾ അനുഷ്ഠിക്കും. അന്നേരം യഥാർത്ഥത്തിൽ ഈ തപസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. പൊതുവെ ഏതെങ്കിലും ഒരു ശ്മശാന ഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ ശ്മശാന വൈരാഗ്യം എന്ന് പറയും. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് തമ്മി ദയിപ്പിച്ചതിന് ശേഷം എല്ലാവരും സംസാരിക്കും, കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കാര്യം, ഇന്നലെ നല്ലതുപോലെ ചിരിച്ചിരുന്ന ആൾക്കാരാണ് ഇന്ന് കണ്ടില്ലേ വെറും ചാരമായി. നമ്മൾ പാട്ടും പാടും, ആത്മവിദ്യാലയമേ ഇതൊക്കെ അങ്ങ് പാടും. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും ശങ്കരൻ തെങ്ങയിലെന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ്. ഇതിനെ ശ്മശാന വൈരാഗ്യം എന്ന് പറയും. അതായത് നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. പൊതുവേ നമ്മൾ ഭഗവത്ഗീത ലെക്ചർ എവിടെയെങ്കിലും തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും, ശരീരമല്ല ആത്മാവാണെന്ന് പറയാൻ വേണ്ടിയല്ലേ. ദൈവം ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. കാരണം എനിക്ക് എൻ്റെ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വാമിയുടെ കാര്യം ചെയ്ത് നോക്കാൻ. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ ആത്മാവാണ്. ഞാൻ ശരീരമാണോ ആത്മാവാണോ അത് നിങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് ശാരീരിക ബോധത്തിൽ ഉറച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് ഇന്നത്തെ കാലത്ത്. ശരീരബോധത്തിൽ നിന്ന് പുറത്തു വരാൻ താല്പര്യമില്ല. എന്നിട്ട് എന്താണ് ഇതിന്റെ പ്രശ്നമെന്നറിയാം? നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ഒരു ഉദാഹരണം വീണ്ടും വീണ്ടും നമ്മളെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണം ഈ ശരീരബോധമാണ്. എത്രത്തോളം ഇന്ദ്രിയ തൃപ്തി ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സ് വീക്കായിക്കൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം നമ്മൾ ഇന്ദ്രിയ തൃപ്തി എടുത്ത് നോ പറയുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സ് ശക്തമാകുന്നു. അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ആരാണോ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ളത് ആ മനസ്സ് അവൻ്റെ ഏറ്റവും വലിയ മിത്രമാണെന്ന് പറയുന്നു. ആരാണോ അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാത്തത് ആ മനസ്സ് അവൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് പറയുന്നത്. അന്നേരം തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, മനസ്സിനോട് നോ പറയുക. മനസ്സിനെ നോ പറയാൻ പഠിപ്പിക്കുക. ഇത് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ വ്യക്തിയാണ് പ്രശ്നം, ഈ സാഹചര്യമാണ് പ്രശ്നം. ഇതൊന്നുമല്ല പ്രശ്നം. നമ്മൾ നമ്മുടെ മനസ്സിനോട് നോ പറയാൻ പഠിപ്പിച്ചിട്ടില്ല.
ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടുന്നത്. ഒരിക്കൽ വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമാ നടൻ, ഒരിക്കൽ ഏതാണ്ട് 40-50 വയസ്സായി, ഒരു ബോളിവുഡ് സ്റ്റാറാണ്. അദ്ദേഹം ഇങ്ങനെ വലിയൊരു ടോക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും വളരെ അത്ഭുതകരമായിട്ട് മറ്റ് സിനിമാ നടന്മാരും ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് പറയുവാണ്, സാറേ ഇത്രയും വയസ്സായിട്ടും സാർ എങ്ങനെയാണ് ഈ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൈക്കൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും ഒരു 3-4 മിനിറ്റ് ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഏത് എക്സസൈസാണ്? അന്നേരത്തേക്ക് പറഞ്ഞു, ഈ എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഇതെന്തൊരു എക്സസൈസാണ്, ഇത് ചെയ്താൽ ഉടനെ ബോഡി ഫിറ്റ് ആവുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇത് ചെയ്താൽ മാത്രം മതിയെന്ന്. പക്ഷെ എപ്പോഴൊക്കെ ചെയ്യണം? നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ആട്ടണം. വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ ആട്ടണം. ഇതേപോലെയാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, നല്ല പോലെ ബോളിവുഡ് സ്റ്റാറായിട്ട് മെയിൻറ്റെയിൻ ആയി നിൽക്കണമെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോട് നോ പറയണമെങ്കിൽ നമ്മുടെ എല്ലാവിധ ജീവിത വിജയത്തിനും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എത്ര അത്യാവശ്യമാണ് നമ്മൾ പഠിക്കണം. അന്നേരം നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരും, പക്ഷേ അത് നോ പറയാൻ പഠിക്കണം. ഇപ്പം കുട്ടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ പരീക്ഷയാണ്, ഇന്ന് പഠിക്കാൻ തോന്നുമോ? തോന്നത്തില്ല. കളിക്കാനേ തോന്നൂ. പക്ഷെ ആ കളിയോട് നോ പറയാൻ പഠിക്കണം. ആ നോ പറയുന്നതാണ് തപസ്യ. അന്നേരം ഈ തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് ഇരിക്കുന്നു വെച്ചാൽ, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവെ ഒരു ഉദാഹരണം ഒരു ഭക്തൻ തരുന്നുണ്ട്. ഈ ചന്ദ്രന്റെ നിഴൽ നമ്മൾ ഒരു നദിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഈ നിഴലാണ് ചന്ദ്രൻ എന്ന്. അന്നേരം നമ്മൾ ഇങ്ങനെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചന്ദ്രന്റെ നിലാവെല്ലാം. പക്ഷെ യഥാർത്ഥ ചന്ദ്രൻ ഈ നദിയിലല്ല, യഥാർത്ഥ ചന്ദ്രൻ എവിടെയാണ്? ആകാശത്തിലാണ്. അന്നേരം യഥാർത്ഥ ചന്ദ്രനെ അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചന്ദ്രന്റെ പ്രതിബിംബത്തെയാണ് നമ്മൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതാണ് ചന്ദ്രൻ. അന്നേരം ഒരാൾ വന്നിട്ട് പറയുവാണ് ഇതല്ല ചന്ദ്രൻ, യഥാർത്ഥ ചന്ദ്രൻ മുകളിലാണ് എന്ന് പറഞ്ഞ് നമ്മുടെ തല പിടിച്ച് ഇങ്ങനെ പൊക്കാൻ നോക്കുമ്പോൾ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വീണ്ടും പിടിച്ചിട്ട് മുകളിലോട്ട് നോക്കാന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കത്തില്ല. പക്ഷേ നമ്മൾ ആ പ്രതിബിംബത്തെ നോക്കുന്നത് നിർത്തിയിട്ട് മെല്ലെ മെല്ലെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, ഊർധ്വമൂലം അധഃശാഖം. ഭഗവാൻ പറയുന്നു യഥാർത്ഥ ധാമം, യഥാർത്ഥ ലോകം വൈകുണ്ഠമാണ്. ഭഗവാന്റെ യഥാർത്ഥ ധാമം അവിടെയാണ്. ഭഗവാൻ യഥാർത്ഥത്തിൽ അവിടെയാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ പ്രതിബിംബമാണ് ഈ പ്രപഞ്ചം. അന്നേരം ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും വിഷയങ്ങളും കണ്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഒറിജിനൽ ആസ്വാദനത്തിന്റെ പ്രതിബിംബമാണ്. അന്നേരം നമ്മൾ ഇവിടെ നോക്കുന്നത് നിർത്തിയിട്ട് മുകളിലോട്ട് നോക്കുന്നതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. അതായത് ഈ നിഴലിനെ നോക്കുന്ന നിർത്തിയിട്ട് യഥാർത്ഥ ചന്ദ്രനിലേക്ക് നോക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഇവിടുത്തെ ചന്ദ്രനെയും കാണാൻ പറ്റത്തില്ല, അവിടുത്തെ ചന്ദ്രനെയും കാണാൻ പറ്റത്തില്ല. ആ ഒരു കാലയളവിൽ നമ്മൾ സഹിക്കാൻ പഠിക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. ഇതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. തപസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൗതിക ലോകത്തിലെ വസ്തു വിഷയങ്ങളിലുള്ള ആസ്വാദനം നമ്മൾ നിർത്തിയിട്ട് ക്ഷമയോടുകൂടി യഥാർത്ഥ ആസ്വാദനം ലഭിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അന്നേരം താഴെയുള്ള ആ പ്രതിബിംബം കണ്ട് അത് നമ്മൾ കാണുന്നത് നിർത്തി, കണ്ണടച്ചു. പക്ഷെ കണ്ണടച്ച് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, മെല്ലെ മെല്ലെ തല ഉയർത്തിയേ പറ്റൂ. കണ്ണ് അടച്ചു പിടിച്ചിട്ട് കാര്യമില്ല, അവിടെ നോക്കിയിട്ടും കണ്ണടച്ചു വെച്ചിട്ട് കാര്യമില്ല. കണ്ണടച്ചു പിടിച്ചു, ഇവിടെ ഉള്ള ഭൗതിക വിഷയം ആസ്വാദനം കാണുന്നത് നമ്മൾ നിർത്തി. കൂർമ്മം അങ്കാനേവ, അതായത് കൂർമ്മം എങ്ങനെയാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നത്, അതേപോലെ നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ പിൻവലിപ്പിച്ചു. പക്ഷേ യഥാർത്ഥ ആസ്വാദനം നമുക്ക് കൊടുത്തേ പറ്റൂ. കാരണം എന്താണ്? ആനന്ദമയോ അഭ്യാസാത്. ഈ ആത്മാവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് ആനന്ദം വേണം. യഥാർത്ഥ ആനന്ദം നമ്മൾ ആത്മാവിന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തെറ്റായിട്ടുള്ള ആനന്ദത്തിന്റെ പുറവേ ജീവാത്മാവ് പോകും. പരം ദൃഷ്ട്വാ നിവർത്തതേ. അന്നേരം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് നമ്മൾ പിൻവലിക്കണം. പക്ഷെ അതേ സമയത്ത്
ക്രമേണ ക്രമേണ പരം ദൃഷ്ട്വാ നിവർത്തതേ, ഉയർന്ന സ്വാദ് ലഭിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അന്നേരം ഈ ചന്ദ്രന്റെ പ്രതിബിംബത്തിൽ നിന്ന് കണ്ണ് പിന്തിരിപ്പിക്കുക, കണ്ണടയ്ക്കുക, അതേ സമയത്ത് മെല്ലെ മെല്ലെ നമ്മുടെ തല ഉയർത്തി യഥാർത്ഥ ചന്ദ്രനെ കാണാൻ ശ്രമിക്കുക. ഇതാണ് എല്ലാവിധ വൈദിക ഗ്രന്ഥങ്ങളിലും പറയുന്നത്. തപസ്യയുടെ ഉദ്ദേശം ഇതാണ്. പക്ഷെ ചില വ്യക്തികൾ തപസ് ചെയ്യും, വ്രതങ്ങൾ അനുഷ്ഠിക്കും. എന്തിനു വേണ്ടി? ഈ പ്രതിബിംബത്തെ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി തന്നെ, കൂടുതൽ നല്ല രീതിയിൽ ഈ പ്രതിബിംബത്തെ കാണാൻ വേണ്ടി. ഇത് വെച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതായത് ഈ തപസ്യയുടെ ഉദ്ദേശം യഥാർത്ഥ ആസ്വാദനം നമ്മൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഈ ലോകത്തിലുള്ള ആസ്വാദനം കൂട്ടാൻ വേണ്ടിയല്ല. ഇതിനെ ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. അതായത് ചില വ്യക്തികൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആസ്വാദനം മാത്രം നോക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന, ഇത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, അവരുടെ ചിന്തകൾ എപ്പോഴും എന്തായിരിക്കും എന്നറിയോ? ഇന്നത്തെ കാര്യം മാത്രം, അത്രയേ ഉള്ളൂ. അതായത് ഇന്നത്തെ ദിവസം എന്ത് കിട്ടും അത് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. അന്നേരം അന്നത്തെ കൂലി വെച്ചിട്ട് അന്നത്തെ ആഹാരം, ചിലപ്പം കള്ളു കുടിക്കും, ഇങ്ങനെ അന്നത്തെ ഒരു ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഇതും ആസ്വാദനമാണ്, ഭൗതിക ആസ്വാദനമാണ്, അന്നത്തെ കാര്യം മാത്രം. ഇതിൽ നിന്നും കൂടെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? അവർ ഡെയിലി കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, അതുകൂടാതെ കാശ് സേവ് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടി? കൂടുതൽ എൻജോയ്മെന്റ് കിട്ടാൻ വേണ്ടി. ചില വ്യക്തികൾ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ ബിസിനസ് ചെയ്ത് കൂടുതൽ കൂടുതൽ കാശ് ഉണ്ടാക്കും. എന്തിനു വേണ്ടി? ആ എൻജോയ്മെന്റിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി. പക്ഷെ എന്തൊക്കെ ആയാലും എൻജോയ്മെന്റ് തന്നെ, ബന്ധനം തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് ചില വ്യക്തികളൊക്കെ, ഇപ്പം ദേവന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അവർ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടാണ് അവർ ദേവലോകത്ത് എത്തിപ്പറ്റുന്നത്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ടും ദേവന്മാർ എന്താണ് ചെയ്യുന്നത്? ഈ ദേവന്മാരെ കുറ്റപ്പെടുത്തുകയല്ല, ഇതൊരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുണ്യം കിട്ടിയിട്ടും അവരെന്താണ് ചെയ്യുന്നത്? ആസ്വാദനം. സാധാരണ മനുഷ്യരെ കാട്ടിയും അവർ ഉയർന്ന തലങ്ങളിൽ എത്തി. പക്ഷെ അവിടെ വെച്ചും അവരെന്താണ് ചെയ്യുന്നത്? ഭൗതിക ലോകത്തിനകത്തുള്ള ആസ്വാദനത്തിൽ തന്നെ മുങ്ങിക്കിടക്കുകയാണ്. അന്നേരം അവിടെ എന്താ സംഭവിക്കുന്നത്? പുണ്യം തീരുമ്പോൾ അവിടുന്ന് വീണ്ടും താഴെ ഇറങ്ങി വരണം. ക്ഷീണേ പുണ്യ മർത്യലോകം ഭവന്തി. അന്നേരം ആ മർത്യലോകത്തിൽ വീണ്ടും വരണം. അന്നേരം ഈ മർത്യലോകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമണ്ഡലം എല്ലാമാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും അവർ വന്ന് വീഴും. അവിടെ നിന്ന് എന്താകും? വീണ്ടും പുണ്യം ഉണ്ടാക്കിയെടുക്കണം. ആ പുണ്യം ഉണ്ടാക്കുന്ന സ്ഥലം ഭാരതവർഷമാണ്. ബാക്കി എല്ലാം ഭൗമസ്വർഗം എന്നും പറയും. മറ്റ് ഭാരതവർഷത്തിന് അപ്പുറത്തുള്ള വർഷങ്ങളൊക്കെ, കിംപുരുഷ വർഷം, അവിടെയൊക്കെ വ്യക്തികളുണ്ട്. ഇതെല്ലാം വേറെ വേറെ തലങ്ങളിലുള്ള വർഷങ്ങളാണ്. അന്നേരം ഇവിടെയൊക്കെ മറ്റ് ദേവലോകത്തിന് തുല്യമായിട്ടുള്ള ആസ്വാദനങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ അവിടെ ജീവിക്കണമെങ്കിൽ എന്താണ്? ദേവലോകത്തെക്കാട്ടിയും പുണ്യം കുറവായിരിക്കും. പക്ഷെ മനുഷ്യലോകം, അതായത് ഈ ഭാരതവർഷത്തെക്കാട്ടിയും അവർക്ക് എന്തായിരിക്കും? പുണ്യം കൂടുതലുണ്ട്. അന്നേരം ആ പുണ്യത്തിന്റെ അക്കൗണ്ടാണ് അവർ കുറച്ചുകൊണ്ടിരിക്കുന്നത്, ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ചില വ്യക്തികൾ എന്ത് ചെയ്യും? അതായത് ധർമ്മ അർത്ഥ കാമ മോക്ഷ, അതായത് നമ്മൾ എത്രത്തോളം ധർമ്മം ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് അർത്ഥം ലഭിക്കൂ. ഈ ധർമ്മത്തിന്റെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ നമ്മുടെ പുണ്യം അനുഭവിക്കാനുള്ള ആ ഒരു യോഗം ലഭിക്കുന്നത്. അന്നേരം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശുണ്ടെന്നിരിക്കട്ടെ, ആ കാശ് നമ്മൾ എങ്ങനെ ചെലവാക്കുന്നോ അതേപോലെ തന്നെയാണ് നമ്മുടെ പുണ്യം ചെലവാക്കുന്നത്. അന്നേരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്താണ്? ചെലവാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ചെലവാക്കുന്നതിന് പകരം ആ കാശിനെയൊക്കെ ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? കൂടുതൽ കൂടുതൽ എൻജോയ്മെന്റിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി. പക്ഷെ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യും? ഈ മനുഷ്യജന്മം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ളതല്ല. എന്തിനു വേണ്ടിയുള്ളതാണ്? മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ജന്മ സംസാര സാഗരത്തിൽ നിന്നും, ജന്മ മൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ഈ ചക്രത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ നോക്കണം. ഇതാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്. എന്താണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന്, ദുഃഖം ലഭിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാറില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടത വരാൻ വേണ്ടി നമ്മൾ വിളിക്കാറുണ്ടോ? ആരെങ്കിലും ക്ഷണിക്കാറുണ്ടോ? ഓട്ടോറിക്ഷ പിടിച്ചെങ്കിലും നമ്മുടെ അഡ്രസ്സ് നോക്കി ഊബർ ഡെലിവറി എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ വീട്ടിലെത്തും. അവിടെ അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നമുക്ക് അർഹതപ്പെട്ടത്, വേദന, വിഷമം എല്ലാം നമ്മളെ തേടി എങ്ങനെയെങ്കിലും എത്തും എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാ? ഇത് നമ്മുടെ തലയിൽ എഴുതി വെച്ചിരിക്കുകയാണ്.
അന്നേരം കഷ്ടത ലഭിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണോ തേടി പിടിച്ചു പോകേണ്ട ആവശ്യം വരാത്തത്, അതേപോലെ തന്നെ സുഖത്തെയും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അത് സ്വമേധയാ നമ്മളെ തേടി വരും എന്നാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്. അന്നേരം പിന്നെ ഒന്നും ചെയ്യണ്ട, ചുമ്മാതിരിക്കാനോ അല്ല, നമ്മൾ പരിശ്രമിക്കണം. എന്തിനു വേണ്ടി പരിശ്രമിക്കണം? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കണം. അന്നേരം ഇതിന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവരുടെ പുണ്യം ഒരുപാട് കൂടുകയും ചെയ്യും, ഒരുപാട് സുഹൃതി ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതൊന്നും അവർ എൻകാഷ് ചെയ്യാൻ നോക്കത്തില്ല. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പുണ്യം ഇങ്ങനെ വലിയ ചാക്ക് കണക്കിന് വന്ന് കൂടും. പക്ഷേ അവർ അതിലൊന്നും താല്പര്യപ്പെടുത്തില്ല. ഭൗതികപരമായിട്ടുള്ള ഒരു കാര്യത്തിനും അവരോട് താല്പര്യമില്ല. അവരാണ് ഈ ജന്മസംസാര സാഗരത്തിൽ നിന്ന് മറികടന്നു പോകുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ റിച്ച് ഫാമിലി, ഇപ്പൊ അംബാനി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നില്ലേ, അവരൊക്കെ ഒരുപാട് പുണ്യം ചെയ്ത വ്യക്തികളാണ്. പക്ഷേ അതിൽ നിന്നും കൂടുതൽ പുണ്യം ചെയ്തവർ ആരാണെന്നറിയോ? അവരാണ് ഭഗവാന്റെ ഭക്തർ. ആരാണോ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ ഒരു നാമം നാവിൽ നിന്ന് ജപിക്കാൻ പറ്റുന്നത്, അവരാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലികൾ. കാരണം ഇത്രയും കാശുണ്ടാക്കിയിട്ട് എന്താണ് പ്രയോജനം? ഭഗവാന്റെ തിരുനാമം പോലും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ. ആർക്കാണോ ഭഗവാന്റെ നാമം ജപിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്, അവരാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കോടിപതി. അവർക്ക് തുല്യം ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. കാരണം എത്ര വലിയ കോടികൾ കിട്ടിയാലും നമ്മൾ ഈ ഒരു നിമിഷം മരിക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇതാണ്, എൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും പ്രാന്താശുപത്രി പോകാൻ പറയും. കഴിഞ്ഞ ജന്മമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർമ്മ പോലും കാണത്തില്ല. ഇനി അഥവാ നമുക്ക് ഓർമ്മ വന്നാൽ പോലും ഒരു ബാങ്കും അത് അക്സെപ്റ്റ് ചെയ്തില്ല. മരണത്തോടു കൂടി അതെല്ലാം തീർന്നു. അന്നേരം ജന്മം മുതൽ മരണം വരെ ഉള്ളൂ നമ്മൾ സമ്പാദിക്കുന്ന കാശായാലും വസ്തുവായാലും എല്ലാ പ്രോപ്പർട്ടി എന്തായാലും ബന്ധങ്ങൾ പോലും. അതിനൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടി നമ്മൾ ഇത്രയും കഠിന പ്രയത്നം ചെയ്യണം? അതിൻ്റെ അർത്ഥം എന്താണ്? അലസതയോടുകൂടി ഇരിക്കുക എന്നാണോ? അല്ല, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുക. അന്നേരം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നിന്ന് പറയുന്നത്. തപസ്യകൾ അനുഷ്ഠിക്കണം. നാരനാരായൺ ഋഷി ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ പൊതുവെ ഈശോപനിഷത്തിൽ കേൾക്കും, ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. എൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ പൂർണ്ണമാണ്, ഭഗവാന്റെ ധാമം പൂർണ്ണമാണ്, ഭഗവാനിൽ നിന്ന് വരുന്ന സൃഷ്ടിയും പൂർണ്ണമാണ്. അതിന്റെ അർത്ഥം എന്താണ്? എന്തിനു വേണ്ടിയാണോ ഈ സൃഷ്ടിയെ രചിച്ചിട്ടുള്ളത്, അതിനു വേണ്ടി ഈ സൃഷ്ടിയെ ഉപയോഗിക്കുമ്പോൾ ഇത് പൂർണ്ണമാണ്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ മെസ്സേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, അത് നമ്മുടെ വലിയൊരു ബുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തിനു വേണ്ടി ഈ മൊബൈലിനെ ക്രിയേറ്റ് ചെയ്തോ അതിനു വേണ്ടി ഈ മൊബൈലിനെ യൂസ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ ഒരു പേന എന്തിനു വേണ്ടിയുള്ളതാണ്? എഴുതാൻ വേണ്ടിയുള്ളതാണ്. അതിനു വേണ്ടി ഈ പേനയെ ഉപയോഗിക്കാം. അതല്ല സ്ക്രൂ ഡ്രൈവറായിട്ട് പേന യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ എന്തിനു വേണ്ടി സൃഷ്ടി ചെയ്യപ്പെട്ടു, എന്തിനു വേണ്ടി ഈ മനുഷ്യ ശരീരം തന്നിട്ടുണ്ട്, അതിനു വേണ്ടി ഈ മനുഷ്യ ശരീരം ഉപയോഗിക്കുമ്പോൾ എന്താണ്? ഇത് പൂർണ്ണമാണ്. അന്നേരം മനുഷ്യ ജന്മം, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഉള്ളതല്ല, ഇത് തപസ്യക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നമ്മുടെ ചോദ്യം എന്തായിരിക്കും? തപസ്യ ഏത് തപസ്യാണ്? ഏത് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം? തപസ്യ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മനസ്സ് പറയുന്നതിനോട് നോ പറയുക. അന്നേരം അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ആഹാരം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, മനസ്സ് പറയുന്നു വിശക്കുന്നു, ഉടനെ നോ പറയുക? അതല്ല. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം 5 തപസ്യ നമ്മൾ ചെയ്യണം. ഇതാണ് ശ്രീല പ്രഭുപാദ് ജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ 5 തപസ്യ? ഒരു തപസ്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിക്കുക. ഫസ്റ്റ് തപസ്യ ഇത് നമ്മൾ ചെയ്യണം. ഒരിക്കൽ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ, വൈകുണ്ഠത്തിൽ ഇരിക്കുമ്പോൾ നാരദ മഹർഷി എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, കലിയുഗത്തിലുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം നാമജപം കൊണ്ട് മാത്രം അങ്ങ് കൊടുക്കുന്നു. ഇത്രയ്ക്ക് കാരുണ്യോ? ഇത് വലിയ അനീതിയല്ലേ? സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ആത്മസാക്ഷാത്കാരം കിട്ടുന്നത്. കലിയുഗത്തിൽ ഇത്ര എളുപ്പത്തിൽ അങ്ങ് കൊടുക്കുന്നു, ഇത് അനീതിയല്ലേ ഭഗവാനെ എന്ന് ചോദിച്ചു. അന്നേരം ഭഗവാൻ ചിരിച്ചിട്ട് പറയാം, ഇത്ര എളുപ്പമായിട്ട് കൊടുത്താലും പല ആൾക്കാർക്കും ജപിക്കാൻ തോന്നത്തില്ലെന്ന് പറഞ്ഞു. ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തപസ്യയാണ്. 2 അർത്ഥത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം എല്ലാവിധ തപസ്യയുടെയും അതിൻ്റെ കോടിക്കണക്കിന് ഇരട്ടിക്ക് ഫലമാണ് ഭഗവാന്റെ നാമം ഒരിക്കൽ ജപിച്ചു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് പോകണം.
ഭഗവാന്റെ അവതാരമായ സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഹരി എന്ന് ആർക്കെങ്കിലും അവരുടെ നാവിൽ നിന്ന് ഉച്ചരിക്കാൻ പറ്റുമെങ്കിൽ അവരെല്ലാം കഴിഞ്ഞ ജന്മത്തെ ചതുർവേദികളായിരുന്നെന്നാണ് പറയുന്നത്. 4 വേദങ്ങളും പഠിച്ച വ്യക്തികളാണെന്നാണ് പറയുന്നത്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. വിഷ്ണു സഹസ്രനാമം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതിൽ മഹാദേവൻ തന്നെ പാർവതി ദേവി എടുത്ത് പറയുന്നത് രാമനാമ സഹസ്രനാമ തത്തുല്യം രാമനാമം എന്ന് പറയുന്നുണ്ട്. രാമന്റെ നാമം ഒരിക്കൽ ജപിച്ചു കഴിഞ്ഞാൽ അത് 1000 വിഷ്ണു നാമങ്ങൾക്ക് തുല്യമാണ്. ഇതിലെ ഒരു വിഷ്ണുനാമം നാരായണ എന്നുള്ള ഒരു പേര് മാത്രമേ അജാമിളൻ ജപിച്ചോളൂ. അതുകൊണ്ട് ഡയറക്റ്റ് നാരായണനല്ല ജപിച്ചത്, പക്ഷെ എന്നിട്ടും സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് എത്തി. അന്നേരം നാമം എന്ന് പറയുന്നത് 1000 വിഷ്ണു നാമങ്ങൾക്ക് തുല്യമാണ്. കൃഷ്ണനാമോ 3 രാമനാമത്തിന് തുല്യമാണ്. അന്നേരം കൃഷ്ണ എന്ന് ജപിക്കുമ്പോഴത്തേക്ക് എത്ര പ്രാവശ്യമാണ് നമ്മൾ നാരായണന്റെ നാമം എടുത്തിരിക്കുന്നത്, ഒന്ന് ആലോചിച്ചോ. അന്നേരം ആർക്കാണോ ഈ നാമം ജപിക്കാൻ പറ്റുന്നത്, ഇതാണ് ഏറ്റവും വലിയ തപസ്യ. ഈ തപസ്യ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ തപസ്യ കൂടുതൽ ഫലവത്താകണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 4 തപസ്യയും കൂടെ നമ്മൾ ചെയ്യണം. എന്താണ്? മാംസാഹാരം നിർത്തണം. ഈ മാംസാഹാരം നിർത്തുന്നത് അടുത്തൊരു തപസ്യയാണ്. അതുകൂടാതെ എന്താണ്? ലഹരി പദാർത്ഥങ്ങൾ നിർത്തണം, അവിഹിത ബന്ധങ്ങൾ നിർത്തണം, പിന്നെ കാശിനോട് ആർത്തി തോന്നുന്ന രീതിയിലുള്ള എല്ലാവിധ ബിസിനസ്സുകളും നിർത്തണം. എൻ്റെ അർത്ഥം കാശുണ്ടാക്കരുതെന്നാണോ? അല്ല. നമ്മൾ കാശിനോട് ആർത്തി കൂടുന്തോറും നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു സത്യസന്ധത നഷ്ടപ്പെടും. കാരണം ഈ കലിയുഗത്തിൽ ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കും, പരീക്ഷിത് മഹാരാജാവ് കലിയെ പിടിച്ചു കെട്ടി. അന്നേരത്തേക്ക് കലി ചോദിക്കും, അങ്ങ് അഭയം തരണം, എനിക്ക് വസിക്കാനായിട്ട് 4 സ്ഥലങ്ങൾ തരണമെന്ന് പറയും. സ്ഥലങ്ങൾ തരണമെന്ന് ചോദിച്ചോളൂ. അന്നേരം അദ്ദേഹം പറഞ്ഞു, മാംസഭക്ഷണം എവിടെയൊക്കെ ഭക്ഷിക്കുന്നുണ്ടോ, അവിഹിത ബന്ധങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ, ചൂതുകളി എവിടെയൊക്കെ നടക്കുന്നുണ്ടോ, പിന്നെ ലഹരി പദാർത്ഥങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ഇവിടെയെല്ലാം പോയി വസിച്ചോളെന്ന് പറഞ്ഞു. അന്നേരം കലി ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ഭരണത്തിൽ ഇതൊന്നും നടക്കുന്നില്ല, പിന്നെ എവിടെയാണ് എനിക്ക് ഭരിക്കാൻ പറ്റുന്നത്? അന്നേരം ഉടനെ പരീക്ഷിത് മഹാരാജ് പറഞ്ഞു, ശരി, അധർമ്മമായിട്ട് സമ്പത്ത് എവിടെയാണോ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അവിടെ നീ വസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സ്വർണത്തിലാണ് അദ്ദേഹം ഈ കയറിയത്. ആ സ്വർണം ജരാസന്ധ മഹാരാജാവിൻ്റെ ആയിരുന്നു. ആ ജരാസന്ധന്റെ കിരീടത്തിൽ നിന്നാണ് പരീക്ഷിത് മഹാരാജാവിന് ലേശം കലി സ്പർശിച്ചത്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, കലിയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ധർമ്മവും നശിക്കും. ധർമ്മത്തിന്റെ 4 സ്തംഭങ്ങളാണ് സത്യസന്ധത, ദയ, പരിശുദ്ധി, തപസ്യ. ഈ 4 സ്തംഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ എല്ലാത്തിനും ഒരു ഇരുത്തം വരും. ഇരുത്തം വരും എന്ന് പറയാം. നമ്മൾ ഈ ചെയറിൽ ഇരിക്കണമെങ്കിൽ 4 കാലുകളും നല്ല സ്ട്രോങ് ആയിരിക്കണ്ടേ. ഇതിലേതെങ്കിലും ഒരു കാല് നഷ്ടപ്പെട്ടാലേ ചെയർ ഇങ്ങനെ ആടാൻ തുടങ്ങും. അന്നേരം നമ്മുടെ ജീവിതത്തിൽ ധർമ്മം സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. ധർമ്മം സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് അർത്ഥം ലഭിക്കുന്നില്ല. അർത്ഥം കറക്റ്റായിട്ട് ധാർമ്മികപരമായിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് അനുഭവയോഗമില്ല നമുക്ക്. ഇന്നത്തെ ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് കാശ് കാണും, പക്ഷെ അതിൽ നിന്ന് 1 രൂപ പോലും അനുഭവിക്കാനുള്ള യോഗമില്ലാത്ത ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത്. എല്ലാ ദിശകളിലും അവരുടെ വീടുണ്ട്, പക്ഷെ ഒരു വീട്ടിൽ പോലും താമസിക്കാൻ യോഗമില്ല. അവിടെ എല്ലാം വർക്കേഴ്സും സെർവൻസും ആയിരിക്കും താമസിക്കുന്നത്. എല്ലാ രാജ്യത്തിലും അവർക്ക് വീട് കാണും, പക്ഷെ ഒരു വീട്ടിലും അവർക്ക് പോയി താമസിക്കാൻ പറ്റത്തില്ല. എല്ലാം ഓട്ടത്തിലാണ്. സമാധാനമായിട്ട് സ്വന്തം വീട്ടിലെ ഒരു മുറിയിൽ പോലും ഇരിക്കാൻ പറ്റത്തില്ല. കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കുക. അനുഭവയോഗം ഇല്ല. കാരണം ധർമ്മം ചെയ്യുന്നില്ല. ധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ കറക്റ്റ് അല്ല. അതുകൊണ്ട് അർത്ഥം കറക്റ്റായിട്ടല്ല ലഭിക്കുന്നത്. അർത്ഥം എല്ലാം പിടിച്ചു വാങ്ങലാണ്. അത് കാരണം 10 രീതി കൂടെ കൊണ്ടുവരാൻ നോക്കും, 100 രീതികൾ പുറത്തു പോകും. ഇത് കാരണം എന്താണ്? ഇന്ദ്രിയ തൃപ്തിയിലും തൃപ്തി വന്നിട്ടില്ല. ഇത് കാരണം മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രം കൺഫ്യൂഷനാണ് കലിയുഗത്തിൽ. ധർമ്മം കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അർത്ഥം കറക്റ്റായിട്ട് ലഭിക്കുന്നില്ല. ഇത് കാരണം അനുഭവയോഗമില്ല. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൃപ്തി വരുന്നില്ല. ഇന്നത്തെ കാലത്ത് നോക്കും, 80 വയസ്സായിട്ടുള്ള ആൾക്കാർക്കും ഇന്ദ്രിയ തൃപ്തി ചെയ്ത് തൃപ്തി വന്നിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തൊരു അവരുടെ ആ മുഖത്തോടുള്ള ഒരു ചൈതന്യം, അവർ സംസാരിക്കുന്ന ഓരോ വാക്യവും വേദവാക്യം പോലെയാണ്. അവരുടെ ആ വിസ്ഡം. പൊതുവെ അന്നത്തെ കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പഴഞ്ചൊല്ലായിട്ട് പറയും, ചുമ്മാതല്ല ഈ മുടിയൊക്കെ നരച്ചത് എന്ന് അപ്പൂപ്പന്മാരെയൊക്കെ കളിയാക്കി പറയും, ഒരു തമാശ രൂപത്തിൽ പറയും. കറക്റ്റാണ്.
ആ നരയെന്ന് പറയുന്നത് അവരുടെ ആ വിസ്ഡമാണ്, അവരുടെ അറിവാണ്, അവരുടെ ജ്ഞാനവും വിജ്ഞാനവും അവരുടെ സാക്ഷാത്കാരത്തിന്റെ തെളിവാണ് ആ നര എന്ന് പറയുന്നത്. ഇന്നെന്താണ് ആ നരയും പെയിന്റ് അടിച്ച് മാറ്റാൻ നോക്കും, ഒന്ന് ആലോചിച്ച് പോകണം. എന്നിട്ട് മുഖത്ത് വരുന്ന റിങ്കിൾസും അതും എങ്ങനെയെങ്കിലുമൊക്കെ സർജറി ചെയ്ത് മാറ്റാൻ. പുറമേ എല്ലാം നല്ല പോലെ ഇരിക്കണം, ലുക്സ് നല്ലതായിരിക്കണം, ഉള്ളിൽ എന്തായാലും പ്രശ്നമില്ല. നല്ല കോസ്റ്റ്ലി ഡ്രസ്സും പാൻറ്റും ഷർട്ടും ഒക്കെ ഇടണം, നല്ല ലുക്കായി നല്ല ബ്രാൻഡും ഷർട്ടും ആയിരിക്കണം. പക്ഷെ അകത്തുള്ള സ്വഭാവം വേറും താഴെ കിടക്കുന്ന സ്വഭാവമാണ്. ഒരു കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. എന്നിട്ട് ഡിഗ്രിയൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു എത്രയോ ആൽഫബറ്റ്സ്, ഇങ്ങനെ A to Z എല്ലാ ആൽഫബറ്റ്സും അതിൽ കാണും. പക്ഷേ അതിൻ്റെ ഒരു സംസ്കാരം പോലും കാണത്തില്ല. എന്തുകൊണ്ട്? ഉള്ളിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലെന്നുള്ളത്. അന്നേരം എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കാരത്തിന് വേണ്ടിയുള്ളതാണ്, കൾച്ചറിന് വേണ്ടിയുള്ളതാണ്. അന്നേരം നമ്മുടെ സനാതന ധർമ്മത്തിൽ നമ്മളെ അറിയപ്പെട്ടിരുന്നത് ആര്യൻ എന്നാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരമുള്ളവൻ എന്നാണ് അർത്ഥം. ഭഗവാൻ പറയുന്നു, അർജുന നീ ആര്യനല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? നീ സംസ്കാരം ഉള്ള ഒരു കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത്, എന്നിട്ട് നീ ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഇതാണ് നമ്മുടെ കൾച്ചർ. തപസ്സിക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതം. അന്നേരം കുട്ടിക്കാലത്തെ 5 വയസ്സുള്ളപ്പോഴേ ഗുരുകുലത്തിൽ പോകുമ്പോൾ അവിടെ തപസ്യയാണ് പഠിപ്പിക്കുന്നത്. ഇന്ദ്രിയ തൃപ്തികളോടുള്ള ആ ത്വരയെ നോ എങ്ങനെ പറയണം, അതായത് വാച്ചോ വേഗം, മനസ്സാ ക്രോധ വേഗം, ആ സംസാരിക്കാനുള്ള ത്വര. നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും വരും, അന്നേരം സംസാരിക്കും, ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞ് നാവിന്റെ അവിടെ തുമ്പത്ത് വരും, പക്ഷെ നിയന്ത്രിക്കാൻ പഠിക്കണം. വാച്ചോ വേഗം, മനസ്സാ വേഗം, മനസ്സിന്റെ വേഗതയെ നിയന്ത്രിക്കണം. ക്രോധാവേഗം, ജീവ ഉദരോ ഉപസ്ഥ വേഗം, ഈ 6 ത്വരകളെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇതാണ് തപസ്യ എന്ന് പറയുന്നത്. അന്നേരം ഈ 5 തപസ്യകൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ ധർമ്മം ഉറച്ചു നിൽക്കും. ധർമ്മം ഉറച്ചു നിൽക്കുമ്പോൾ എന്താണ്? അർത്ഥം കറക്റ്റായിട്ട് ലഭിക്കും. നമുക്ക് അർഹതപ്പെട്ട രീതിയിൽ ധാർമ്മികപരമായിട്ട് അർത്ഥം ലഭിക്കും. ധാർമ്മികപരമായിട്ട് അർത്ഥം ലഭിക്കുമ്പോൾ എന്തായിരിക്കും? ആ ഒരു അർത്ഥം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അനുഭവയോഗം നമുക്ക് ലഭിക്കും. ഇത് കറക്റ്റായിട്ട് നടക്കുമ്പോൾ എന്തായിരിക്കും? നമുക്ക് തൃപ്തി വരും. ഇപ്പൊ ഉദാഹരണത്തിന്, നമുക്ക് ആഹാരം ലഭിച്ചു, നമുക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷെ ആഹാരം അത്ര നല്ല ക്വാളിറ്റി ആഹാരമല്ല. അത് എത്ര കഴിച്ചാലും നമുക്ക് തൃപ്തി വരത്തില്ല, കഴിച്ചിടമില്ല. പക്ഷെ അതേ സമയത്ത് നല്ല ക്വാളിറ്റി ആഹാരം കഴിക്കുമ്പോൾ എന്തായിരിക്കും? തൃപ്തി. ഇനി ആഹാരം കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർക്ക് പ്രായം കൂടിയാലും ഡിറ്റാച്ച്മെന്റ് ഇല്ലാത്ത? എന്തുകൊണ്ടാണ്? ധർമ്മം കറക്റ്റ് അല്ല. അത് കാരണം അർത്ഥം കറക്റ്റ് അല്ല. അർത്ഥം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കാമപൂർത്തി എന്ന ലൈംഗിക ബന്ധം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവിധ ആഗ്രഹപൂർത്തികളും. നെയിം, ഫെയിം, റെക്കഗ്നീഷൻ, എല്ലാവരും എന്നെ ആദരിക്കണം, സമ്മാനിക്കണം, ഇതെല്ലാം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊന്നും തൃപ്തി വന്നിട്ടില്ല. അത് കാരണം എന്താണ്? മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാനേ അവർക്ക് പറ്റുന്നില്ല. ഏതാനും നിമിഷങ്ങൾക്കകം അവർക്ക് മരണം സംഭവിക്കും, പക്ഷെ എന്നാലും ആഗ്രഹങ്ങൾ സഫലീകരിച്ചിട്ടില്ല. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്നത്തെ കലിയുഗം വളരെ ഘോരമായിട്ടുള്ള കലിയുഗമാണ്. ഈ ഒരു കലിയുഗത്തിൽ കുറഞ്ഞ പക്ഷം നമ്മൾ ഈ 5 തപസ്യയൊക്കെ ചെയ്യണം. ഹിമാലയത്തിലൊന്നും പോയി നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കാട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല. കാടെവിടെയാണുള്ളത്? എല്ലായിടത്തും പ്രശ്നമാണ്. നമ്മൾ എവിടെയെങ്കിലും പോയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഭഗവാന്റെ തിരുനാമം ജപിക്കുക ശ്രദ്ധയോടുകൂടി. മാംസഭക്ഷണം ഉപേക്ഷിക്കുക. അവിഹിത ബന്ധങ്ങൾ പുലർത്താതിരിക്കുക. ചൂത് കളിക്കാതിരിക്കുക. ചൂതുകളി എന്ന് ഉദ്ദേശിച്ച് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചൂതുകളി എങ്ങും കാണുന്നില്ലല്ലോ. പക്ഷെ മോഡേൺ രീതിയിലുള്ള ഗാംബ്ലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഗാംബ്ലിംഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആർത്തി, കാശിനോടുള്ള ആർത്തി കൂട്ടുന്ന രീതിയിൽ എന്ത് പ്രവൃത്തിയും അതെല്ലാം ചൂതുകളിയിൽ വരും. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൂടാതെ എന്താണ്? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ചൂത് കളിക്കാൻ പാടില്ല, അവിഹിത ബന്ധങ്ങൾ പുലർത്താൻ പാടില്ല, മാംസഭക്ഷണം ഉപേക്ഷിക്കണം. ഈ 5 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ശാന്തി, സമാധാനം ലഭിക്കും. അതായത് ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോഴേ 4 യമനിയമങ്ങൾ, അതായത് മാംസഭക്ഷണം ഉപേക്ഷിക്കുമ്പോഴും, ലഹരി പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോഴും, ചൂതുകളി നിർത്തുന്നതും, അവിഹിത ബന്ധങ്ങൾ വിടുമ്പോഴും, ഇത് 4 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സമാധാനം ലഭിക്കും. ഇനി ഭഗവാന്റെ നാമം കൂടെ ജപിക്കുമ്പോൾ എന്താണ്? ഉയർന്ന സ്വാദ് ലഭിക്കും. അത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അന്നേരം നമ്മൾ വിചാരിക്കും, ഒരിക്കൽ ഒരു ഭക്തൻ ഇങ്ങനെ പുതിയ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മാംസഭക്ഷണം കഴിക്കത്തില്ല? ഇല്ല. അന്നേരം നിങ്ങൾ ഇതും ചെയ്യത്തില്ലേ, ചായയും കുടിക്കത്തില്ലേ, ഇതും ചെയ്യത്തില്ലേ?
ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഉടനെ അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അന്നേരം എന്താ പ്രശ്നം? അതായത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈദിക സംസ്കാരത്തിൽ യഥാർത്ഥ ആസ്വാദനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം ഒറ്റയടിക്ക് നിങ്ങൾ ചായ കുടിയൊക്കെ നിർത്തണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണോ ലഹരി പദാർത്ഥങ്ങൾ, കള്ളുകുടി, സിഗരറ്റ് വലി, ഇതൊക്കെ എന്തിനാണ്? അതൊക്കെ ചായ ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. പക്ഷെ കള്ള് കുടിക്കുന്നതൊക്കെ നമുക്ക് തന്നെ ഹാനികരകമാണെന്ന് എല്ലാവർക്കും അറിയാം. അന്നേരം കുറഞ്ഞ പക്ഷം ലഹരി പദാർത്ഥമായിട്ടുള്ള എന്താണ്, കള്ളുകുടി നിർത്തണം, സിഗരറ്റ് വലി നിർത്തണം. അതുകൂടാതെ എന്താണ്, മാംസഭക്ഷണം ഉപേക്ഷിക്കണം. കാരണം എന്തുകൊണ്ടാണ്, നമ്മളെ പോലെ ജീവജാലങ്ങളല്ലേ മറ്റു മൃഗങ്ങളും. അവരെ ദ്രോഹിച്ചുകൊണ്ട് അവരുടെ രക്തം പുലർന്ന് അവരുടെ വേദനയും കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ നമ്മൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ തോന്നുന്നത് സമാധാനപരമായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സമാധാനമായിട്ടിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ആരെങ്കിലും കൊല്ലുകയാണ്, നമുക്ക് കഴിക്കാൻ തോന്നുന്നു? ഒരിക്കലും തോന്നത്തില്ല. ഇപ്പോഴത്തെ കാലം എന്ന് കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല എങ്ങനെയാണ് മൃഗങ്ങളെ കൊല്ലുന്നതെന്ന്. അവർ നേരെ കടകളിൽ പോകുന്നു, ഫ്രഷ് മീറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്നു. അതിനെ ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. എന്തോ നമ്മൾ ഈ അരി ധാന്യങ്ങൾ മേടിക്കുന്ന പോലെ അതേപോലെയാണ് മാംസം മേടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഒന്ന് നമ്മൾ ചിന്തിക്കണം, ഇത് എവിടുന്നാ വരുന്നതെന്ന്. അതിൻ്റെ പുറകിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ദയ എന്നുള്ള ഒരു മനോഭാവം നഷ്ടപ്പെടുകയാണ്. അന്നേരം നമുക്കേ ദയയില്ല. അന്നേരം പിന്നെ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ദയ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? പൊതുവേ ഇന്നത്തെ കാലത്ത് പല പല അച്ഛനമ്മമാരെയും വൃദ്ധസദനത്തിലാണ് ആക്കുന്നത്. അവരെല്ലാവരോടും ചോദിക്കും, കുട്ടികൾക്ക് എന്നോടൊരു ദയയില്ല. എങ്ങനെ ദയ വരാനാണ്? നമ്മൾ എത്രത്തോളം ഇതിൻ്റെ അർത്ഥം എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മളെല്ലാവരും, ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും നമ്മൾ എല്ലാവരും ഒരേപോലെ കാരണക്കാരാണ്. അടിസ്ഥാനപരമായിട്ട് ധർമ്മത്തിന് ഒരുപാട് ച്യുതികൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ ലോകത്തെ നമുക്ക് മാറ്റാൻ പറ്റിയില്ല എങ്കിലും കുറഞ്ഞ പക്ഷം നമ്മുടെ ജീവിതത്തിലെങ്കിലും നമ്മൾ മാറ്റം കൊണ്ടുവരുത്തണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്നത്തെ ശ്രീമദ് ഭാഗവത്തിൽ നിന്നും പറയുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യജന്മം തപസ്യ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെയാണ് ഒരു മെർസിഡീസ് ബെൻസ് കാറ് നല്ല ഹൈവേയിൽ ഓടിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ പാടത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. ഇത്രയും കോസ്റ്റ്ലി കാറ് പാടത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, കാറ് നശിക്കും. അതേപോലെ ഈ മനുഷ്യജന്മം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ളതല്ല, അത് ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള, ഹൈവേ കൂടെ ഓടിക്കാൻ വേണ്ടിയുള്ളതാണ്. അന്നേരം നമുക്ക് എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഇതേ കാറ് കൃഷി സ്ഥലത്തിട്ട് ഓടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ആ നല്ലപോലെ കൃഷി ചെയ്യാനും പറ്റത്തില്ല, ആ വണ്ടിയും കേടാവും. അതേപോലെ തന്നെ മനുഷ്യജന്മം മൃഗങ്ങളെ പോലെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ എന്താവും, ഈ ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെടുകയും. അതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ നോക്കി കഴിഞ്ഞാൽ ആയുസ് കുറയുന്നത്, ആൾക്കാരുടെ ഓർമ്മ കുറവാണ്, എല്ലാവിധ ശാരീരിക ശേഷികളും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ ആധുനിക യുഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജിയിൽ മാത്രം അഡ്വാൻസ്മെന്റ് ഉണ്ട്, പക്ഷേ നമ്മുടെ മാനുഷികപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു സമാധാനമോ, ശരീരത്തിനും സ്വസ്ഥതയില്ല, മനസ്സിനും സ്വസ്ഥതയില്ല. പിന്നെ ആത്മാവിനെ കുറിച്ച് എന്ത് പറയാനാണ്? പറയുന്നത് വെറുതെയാണ്. ഇതുകൊണ്ടാണ് ഈ ഒരു കാലയളവിൽ ഭഗവാനെ കുറിച്ച് പറഞ്ഞാലും ആർക്കും മനസ്സിലാവത്തില്ല. എന്തുകൊണ്ട്? ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ആത്മാവുമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാനാണ്? ആത്മാവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്, മനസ്സുമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്, ശരീരമായിട്ട് ഡിസ്കണക്റ്റഡ് ആണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അവരുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ളത് എന്താണെന്ന് അവർക്ക് പോലും അറിഞ്ഞൂടാ. ഒന്ന് ആലോചിച്ച് നോക്കണം. പൊതുവെ നമ്മളെങ്കിലും സ്നേഹിക്കണ്ടേ? നമ്മുടെ നാവിൻ്റെ രുചിക്ക് വേണ്ടി എന്ത് കഴിക്കാനും റെഡിയാണ്. ഇത് അകത്തോട്ട് ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. നാവിൻ്റെ രുചിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അകത്തോട്ട് ചെന്നിട്ട് നമ്മുടെ ഓർഗൻസിനെ നശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലുമില്ല. എത്ര അധമമായിട്ടുള്ള രീതിയിൽ, എത്ര തമോ ഗുണത്തിലാണ് ഇന്നത്തെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും അഡ്വാൻസ്മെന്റ് അല്ല, ഇതെല്ലാം ഡിഗ്രഡേഷൻ ആണ്. നമ്മൾ കുഴിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി എല്ലാം ഓക്കെ, പക്ഷേ നമ്മുടെ മനുഷ്യത്വം കളഞ്ഞു കുളിക്കുകയാണ്, നമ്മുടെ മൂല്യങ്ങൾ കളഞ്ഞു കുളിക്കുകയാണ്, നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സമൂഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങും നമുക്ക് നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല.
ഇതുകൊണ്ട് നമ്മൾ ആകെ പ്രശ്നത്തിലാണ്. ഇതിൻ്റെ അർത്ഥം നെഗറ്റിവിറ്റി കൊണ്ട് നിറച്ച് നിങ്ങളുടെ ഉള്ള സമാധാനം കൂടെ കെടുത്താൻ വേണ്ടിയുള്ള ശ്രമമല്ല. പക്ഷേ ഇതൊക്കെ സത്യമാണ്. കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കുറഞ്ഞ പക്ഷം നമ്മുടെ ജീവിതത്തിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ സൃഷ്ടിക്കണം. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറണം. അതാണ് ഇന്ന് നരനാരായണ ഋഷിയെക്കുറിച്ച് പറയുന്നത്. മനുഷ്യജന്മം തപസ്യയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് തപസ്യ ചെയ്ത് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് തപസ്യ ചെയ്യേണ്ടത് എന്ന് പറയും. അന്നേരം ഭഗവാൻ എങ്ങനെയാണ് എല്ലാവർക്കും ഒരു മാതൃക കാട്ടിക്കൊടുക്കുന്നത്, അതേപോലെ നമ്മളും മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കണം. എങ്ങനെ? തപസ്യകൾ അനുഷ്ഠിക്കണം. വലിയ വലിയ തപസ്യകളല്ല, എന്താണോ ഈ കുറഞ്ഞ പക്ഷം ഈ 5 തപസ്യകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സുഖ സൗകര്യവും ഈ മനുഷ്യജന്മം എല്ലാ രീതിയിലും നമുക്ക് സുഖിക്കാനും ആസ്വദിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് മോക്ഷവും ലഭിക്കും. ഇതാണ് ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നാളെ നമുക്ക് 10ാമത്തെ ശ്ലോകം ചർച്ച ചെയ്യാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീ പ്രഭുപാദ് കി ജയ്, നിതായ് ഗോൾ, പ്രേമാനന്ദ ഹരി ഗോൾ.